ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചനധ്യാനത്തിലേക്ക് വീണ്ടും പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് യോനയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. യോന ദൈവത്തിന്റെ കൽപ്പന പ്രകാരം രണ്ടാമത് നിനവയിലേക്ക് പുറപ്പെടുന്നതാണ് വചന സന്ദർഭം. 3 കാര്യങ്ങൾ പ്രാർത്ഥനാപൂർവം ധ്യാനിക്കാം. സ്വന്തം ഇഷ്ടപ്രകാരമാണ് യോന ഒന്നാമതായി യാത്ര തിരിച്ചത്. അത് അമ്പെ പരാജയമായി പോയി. നമ്മുടെ ജീവിതത്തെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നയിക്കുന്നത് എങ്കിൽ അത് പരാജയമാകും എന്ന് യോനയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ പറയുന്നു, യോന വീണ്ടും പുറപ്പെടുകയാണ്, അതും യഹോവയുടെ കൽപ്പന പ്രകാരം. സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് ദൈവ ഇഷ്ടത്തിന് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നു. സ്വന്തം ഇഷ്ടത്തിൽ ജീവിതം നയിച്ചാൽ എന്താണ് പ്രശ്നം? ആത്മീയ ജീവിതത്തിൽ ഈ ചോദ്യത്തെ വിശകലനം ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്നത്, ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നയിക്കുവാനും നയിക്കപ്പെടുവാനുമാണ് ദൈവം ആ വ്യക്തിയിൽ ആഗ്രഹിക്കുക. യോനായിലും ദൈവം അതാണ് ആഗ്രഹിച്ചത്. എന്നാൽ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം തർശീസിലേക്ക് കപ്പൽ കയറി. അതിന്റെ അവസാനം വലിയൊരു ദുരന്തവും അപകടവും ഒക്കെ ആയിത്തീരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സദൃശവാക്യങ്ങളിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്. സദൃശവാക്യം 14-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ. ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ കുറിക്കണം. നമുക്ക് ചൊവ്വായി നല്ലതായി തോന്നുന്ന വഴികളുടെ അവസാനം നാശമാണ്, മരണ വഴികളാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ദൈവം നയിക്കുന്ന വഴിയെ നടക്കുവാൻ നമുക്ക് കഴിയണം. സ്വന്തം ഇഷ്ടത്തിനല്ല, ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. 2, അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരണം ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്ന ഒരു അനുഭവമാണ്. ഈ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം എന്ന് പറയുമ്പോൾ ആ ദൈവം എന്താണോ കൽപ്പിച്ചത് അത് പൂർണ്ണമായി യോന ഇപ്പോൾ 2-ാം പ്രാവശ്യം അനുസരിക്കുന്നു. പൂർണ്ണമായ അനുസരണം ദൈവം നമ്മിലും ആഗ്രഹിക്കുന്നു. ഭാഗികമായ അനുസരണം അല്ല. ആത്മീയതയ്ക്ക് ഭാഗികമായ അനുസരണം ചേർന്നതല്ല. ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്യുക, ഇതാണ് ദൈവം ആഗ്രഹിക്കുക. ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്ത ഇടങ്ങളിലെല്ലാം വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഇഷ്ടം കുറച്ചും ദൈവത്തിന്റെ ഇഷ്ടം കുറച്ചും ഇങ്ങനെ ഒരു ജീവിതം, ലൈഫ് നയിക്കുവാനായിട്ട് ഒരു ആത്മീയ പൈതലിന് അനുവാദം ഇല്ല. അങ്ങനെ നാം ആയിരിക്കുന്നുവെങ്കിൽ ഒരിക്കലും ദൈവ പൈതലാണ് എന്ന് അവകാശപ്പെടുവാനും നമുക്ക് കഴിയത്തില്ല. നമുക്ക് യോന മടങ്ങി വന്നതുപോലെ മടങ്ങി വരാം. കൽപ്പന പ്രകാരം ജീവിതം നയിക്കാം, അനുസരിക്കാം. 3-ാമതായി, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യോന പ്രവർത്തിച്ചപ്പോൾ അത് യോനയ്ക്കും ഒപ്പം മറ്റുള്ളവർക്കും, പ്രത്യേകിച്ച് നിനവേക്കാർക്കും അനുഗ്രഹമായി തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് വ്യക്തമായിട്ട് ശമൂവേൽ ദൈവവചനമായി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിന് അർപ്പിക്കുന്ന വലിയ വലിയ കാഴ്ചകളെക്കാളും നേർച്ചകളെക്കാളും നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം അനുസരിക്കുക, ദൈവത്തെ കേൾക്കുക എന്നുള്ളതാണ്. നാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് കേൾക്കുവാൻ നമ്മുടെ കാതുകൾക്ക് കഴിയാതെ പോകുന്നു. നമ്മുടെ ഇഷ്ടത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നു. ഒരു ദൈവ പൈതൽ അങ്ങനെ ആകുന്നത് അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന, ദൈവഹിതം പ്രവർത്തിച്ച് ദൈവിക അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്ന ഒരു വ്യക്തിയായി തീരുവാനാണ് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏതെങ്കിലും തലങ്ങളിൽ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം ഇപ്പോൾ ആയിരിക്കുന്നത് എങ്കിൽ ഒന്ന് പുനർവിചിന്തനം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. കർത്താവ് നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, അങ്ങയുടെ വചനം അനുസരിക്കുവാനും അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. യോനായെ പോലെ അങ്ങയുടെ കൽപ്പന പ്രകാരം ജീവിതം നയിക്കുവാനുള്ള ശക്തി അങ്ങേ ആത്മാവിനാൽ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.